സത്യത്തിൽ ഈ വർഷത്തെ ബിഗ് ബോസ് വിന്നർ ആവാനുള്ള ക്വാളിറ്റി ഉള്ളത് നമ്മുടെ ലാലേട്ടനാണല്ലേ. എന്താ ഒരു വൈബ്. ശനി ഞായറത്തെ വീക്കെൻഡ് എപ്പിസോഡാണ് ഏറ്റവും കിടുവെന്ന് തന്നെ പറയാം അല്ലേ. ബാക്കിയുള്ള ദിവസമൊക്കെ അയ്യേ ഒന്നും പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പിന്നെ അവർ ഓരോ മണ്ടത്തരൊക്കെ കാണിക്കുമ്പോൾ നമുക്കത് കണ്ടൻറ്റായിട്ട് കിട്ടുന്നു. ഷാനവാസിന് ഇന്നലെ ലാലേട്ടൻ നിർത്തി പൊരിച്ചിട്ടുണ്ട്. നമ്മൾ പ്രൊമോയിൽ കണ്ടപ്പോൾ അനീഷിൻ്റെ പി ആറിൻ്റെ പൊളിക്കെന്നൊക്കെ പറഞ്ഞെങ്കിലും അനീഷ് പറഞ്ഞ സത്യമാണ്. അനീഷിന് പി ആറിനെ പറ്റി അറിയാം, പക്ഷേ അനീഷ് പി ആറിനൊന്നും കൊടുത്തിട്ടില്ല. അതായത് സോഷ്യൽ മീഡിയ അക്കൗണ്ടൊന്നും ഒന്നിനും ആർക്കും കൊടുത്തിട്ടില്ല എന്നാണ് അനീഷ് ഉദ്ദേശിച്ചത്. പക്ഷേ ഷാനവാസ് എന്ത് ഏത് പറഞ്ഞെന്ന് ഒരു പേടിയില്ല. കിളിയൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി അവസാനം ലാലേട്ടനോടൊക്കെ ചൂടാവുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മി എന്തോ മണ്ടത്തരം പറഞ്ഞപ്പം അതിന് പോയി കൈ കൊടുക്കുകയും ചെയ്ത്. ഷാനവാസിനാണെങ്കിൽ വേറെ ആരും നോക്കത്തില്ല. ഷാനവാസ് എന്ത് പറഞ്ഞാലും അക്ബർ മാത്രം തെറ്റ് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ടേ ഷാനവാസ് നടക്കുന്നുള്ളൂ. ഷാനവാസിന് ഭയങ്കര ഫാൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ചയിലെ പ്രകടനം കൊണ്ട് ഷാനവാസിൻ്റെ ത്രാസ് കുത്തനെ കുറഞ്ഞിരിക്കാമെന്ന് തന്നെ പറയാം. പക്ഷേ ഇന്നലത്തെ മൊത്തം എപ്പിസോഡൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഷാനവാസിൻ്റെ കിളി പോയിരിക്കുന്നത് കണ്ടപ്പോൾ പാവം സങ്കടം തോന്നിയിട്ട് എന്ത് പറയണം ഏത് പറയണമെന്നൊന്നും അറിയത്തില്ല. ലാലേട്ടൻ്റെ ഫയർ കേട്ട് മൊത്തം കിളി പോയിരിക്കുകയായിരുന്നു. എന്തായാലും ഈ പെങ്ങളൂട്ടി പാസ്സൊക്കെ കളഞ്ഞ് അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ ഒരു പരിധിയിലൊക്കെ നിർത്തി അടിപൊളിയായിട്ട് കളിച്ചാൽ ഷാനവാസ് ഒരു ടോപ്പ് 5 എത്തേണ്ട ആളാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. താങ്ക് യു സോ മച്ച്. ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. താങ്ക് യു, ബൈ.